അല്ല, ഇതിനകത്ത് താങ്കൾ ധരിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവന വന്നിട്ടുള്ളത് ശ്രീ പി കെ ഗോപന്റെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തു നിന്നാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇത്തരം ആളുകളെയൊന്നും അവർ കയറ്റിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലൈൻ. ഇവിടെ യഥാർത്ഥ ഇഷ്യൂ എന്താണെന്നുള്ളത് നമ്മൾ പൊളിറ്റിക്കലി റീഡ് ചെയ്യണം. അതായത് ഇപ്പോൾ കുറച്ച് ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകളെ ചില പബ്ലിക് പ്രോസിക്യൂട്ടർമാരായിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടും ഒക്കെ നിയമിക്കുന്നതിനോടനുബന്ധിച്ചിട്ടാണ് ഈ ചർച്ച ഒരു സംഘ്യവൽക്കരണം എന്നുള്ള നിലയിൽ ഒരു ചർച്ച ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഹിന്ദു നാമധാരികളായുള്ള ആളുകൾ എവിടെയെങ്കിലും ഒക്കെ പ്രതിഷ്ഠിക്കപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെയൊക്കെ ഏതെങ്കിലും പദവികളിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു ചാപ്പ കൊടുത്ത് സൈഡ് ലൈൻ ചെയ്ത് നിർത്തിയിട്ട് ഇവിടെ എന്തോ തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു മതേതരത്വ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്നു എന്ന നിലയിലാണ് ശ്രീ മുഹമ്മദ് റിയാസിനെ പോലെയുള്ള ആളുകൾ സംസാരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾക്കിതിലൊന്നും ഞാൻ ആദ്യമേ തന്നെ താങ്കളുടെ ചോദ്യത്തിന് ഡയറക്റ്റ് മറുപടി പറയാം. ഇത്തരം ആളുകൾ നടത്തുന്ന ഈ വില കുറഞ്ഞ രാഷ്ട്രീയ പ്രീണനത്തെയൊന്നും ഞങ്ങൾ ഒരു തലത്തിലും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ കഴിവുള്ളവരെയും രാജ്യസ്നേഹികളെയും രാഷ്ട്രത്തിനോട് കൂറുള്ളവരെയും വിദ്യാസമ്പന്നരെയും ഒക്കെ നിങ്ങൾ സംഘി ചാപ്പ കൊടുക്കുകയോ BJP ചാപ്പ കൊടുക്കുകയോ RSS ചാപ്പ കൊടുക്കുകയോ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. അത്തരം ആളുകളൊക്കെ നാളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ രാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കേണ്ടവരാണ് എന്നുള്ള യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന പണി മുഹമ്മദ് റിയാസിന്റെ പാർട്ടിയും കഴിഞ്ഞ 10 വർഷമായി തുടങ്ങിയിട്ടുണ്ട്. ആ പ്രവർത്തനം അവർ നിർമ്മാണം നടത്തിക്കോട്ടെ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അത്തരം പ്രസ്താവനകൾ യാതൊരു തരത്തിലും ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഒരു ഹിന്ദു നാമധാരി ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് വരുമ്പോൾ ഉടനെ തന്നെ എന്തിനാണ് മുഹമ്മദ് റിയാസിന് ഹാലിളകുന്നത്? മുഹമ്മദ് റിയാസിന് ഹാലിളകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് കടന്നു പറയാം. ഇപ്പം ശശികല ടീച്ചറെ കോട്ട് ചെയ്തുകൊണ്ട് ശ്രീ പി കെ ഗോപൻ പറഞ്ഞല്ലോ ചില വാക്കുകൾ, അവരെ ഒന്നും ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പി കെ ഗോപനോട് എനിക്കൊരു ചോദ്യമുണ്ട്. ഈ കാണുന്ന വ്യക്തി രാജ്യത്ത് ഒരു നിയമ നടപടി സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിവാദനായിട്ടുള്ള ഈ നാട്ടിൽ കമ്മ്യൂണൽ റൈറ്റ്സിന് നേതൃത്വം കൊടുക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിക്ക് അടുത്ത് നിൽക്കുന്നത് പി കെ ഗോപന്റെ പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ള നേതാവ് ശ്രീ സഖാവ് പിണറായി വിജയനും മദനിയും കൂടി ഒരുമിച്ചിരിക്കുന്ന ചിത്രമാണ്. ആ മദനിയോട് കുശലാന്വേഷണം നടത്തുന്ന പിണറായി വിജയനെ നിങ്ങൾക്ക് ഇതിൽ കാണാം. ആരാണ് മദനി? മദനിക്കെതിരെ ഒരു വാക്ക് നിയമസഭയ്ക്കകത്ത് പറഞ്ഞാൽ ഇവിടുത്തെ ഇടതിനും വലതിനും ചേർന്ന് അത് നിയമസഭാ രേഖകളിൽ നിന്ന് മാറ്റുന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ എവിടെ എത്തി നിൽക്കുന്നു കേരളം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. മുഹമ്മദ് റിയാസിന് സമയം കിട്ടുമ്പോൾ, ചേട്ടാ ഇതൊന്ന് സൂം ചെയ്ത് കാണിക്കാം, മുഹമ്മദ് റിയാസിന് സമയം കിട്ടുമ്പോൾ സ്വന്തം അമ്മായിയച്ഛനായിട്ടുള്ള പിണറായി വിജയനോടോ CPM-ന്റെ നേതൃത്വത്തോടോ പറഞ്ഞു കൊടുക്കണം, പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെക്കാളും തീവ്രവാദ സ്വഭാവമുള്ള ആരും ഈ കേരളത്തിനകത്ത് ജീവിച്ചിരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കണം. ശ്രീ പി കെ ഗോപന് സമയം കിട്ടുമ്പോൾ പി കെ ഗോപനും പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നിങ്ങൾ ഈ നാട്ടിലെ വർഗീയവാദികളെയും തീവ്രവാദികളെയും ഒക്കെ താലോലിച്ച് കൊണ്ടു നടന്നിട്ട് നിങ്ങൾ ഇപ്പോൾ പറയുകയാണ് ഇവിടെ ഹിന്ദു ഐക്യവേദിയുടെ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹിന്ദു സമൂഹം നേരിടുന്ന ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിനെയൊക്കെ നിങ്ങൾ അവരെയൊക്കെ അകറ്റി നിർത്തേണ്ടവരാണ്. ഹിന്ദു സംഘടനാ നേതാക്കന്മാരെ മുഴുവൻ അകറ്റി നിർത്തേണ്ടവരാണ് എന്ന നിലപാട്, അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ചില രാഷ്ട്രീയം അതിനകത്ത് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കാന്തപുരത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളോ അദ്ദേഹത്തിന്റെ എതിർപ്പുകളുടെ ഭാഗമായി നമ്മുടെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാർ സ്കൂളുകളുടെ സമയമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാട് നിമിഷ നേരം കൊണ്ട് തിരുത്തിയ പാർട്ടിയാണ് പി കെ ഗോപൻ വന്നിരുന്ന് ന്യായീകരിക്കുന്ന പാർട്ടി. അങ്ങനെയുള്ളൊരു പാർട്ടി, അങ്ങനെ മത സാമുദായിക സംഘടനകളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്ക് എന്ത് അധികാരമാണുള്ളത് ഹിന്ദു സംഘടനാ നേതാക്കന്മാർക്കെതിരെ പറയാൻ? ഒന്നാമത്തെ വിഷയം. രണ്ട്, ഞാൻ ചോദിക്കുന്നത്, ഹിന്ദു നാമധാരികൾ ഒരു ചുമതലയിലേക്ക്, സർക്കാർ ചുമതലയിലേക്ക് വരുന്നതിനെ എന്തിനാണ് CPM ഭയപ്പെടുന്നത്? എന്തിനാണ് മുഹമ്മദ് റിയാസ് ഭയപ്പെടുന്നത്? അപ്പോൾ ഈ നാട്ടിൽ നിന്ന് ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകൾ ഒരു കാരണവശാലും സർക്കാരിന്റെ മേജർ പോസ്റ്റുകളിലേക്ക് വരാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രീയത്തിന്റെ നേതൃത്വമാണോ മുഹമ്മദ് റിയാസ് എന്ന ചോദ്യം ഞങ്ങൾക്കുണ്ട്. AP സുന്നി വിഭാഗങ്ങൾക്കിടയിലേക്ക്, പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾക്കിടയിലേക്ക്, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർക്കിടയിലേക്ക്, SDPയുടെ നേതാക്കന്മാർക്കിടയിലേക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സഖാവ് പിണറായി വിജയനെ കൊണ്ടുവന്ന് ഇരുത്തിക്കൊടുത്ത ഈ പാർട്ടികളുടെയും ഭീകര സംഘടനകളുടെയും ഏജന്റ് മുഹമ്മദ് റിയാസ് ആണോ എന്ന ചോദ്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട്. മുഹമ്മദ് റിയാസ് എന്തിനു വേണ്ടിയിട്ടാണ് ഹിന്ദു സംഘടനാ നേതാക്കന്മാരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? ഇത്തരം ഭീകരവാദികളെ കണ്ടപ്പോൾ എവിടെയായിരുന്നു മുഹമ്മദ് റിയാസിന്റെ നാവ്? മുഹമ്മദ് റിയാസിന്റെ നാവ് അമ്മായച്ചന്റെ അലമാരയിൽ എവിടെയെങ്കിലും പണയം വെച്ചിട്ടുണ്ടോ എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ചോദിക്കേണ്ടതുണ്ടെന്നേ. അപ്പൊ ഇത്തരം വിഷയങ്ങളിലൊക്കെ CPM ഇരട്ടത്താപ്പും കേരളത്തിന്റെ പൊതുവായി ഹൈന്ദവ സമൂഹം അനുഭവിക്കുന്ന അഡ്രസ് ചെയ്യുന്ന ഒരു നിവേദനം കൊടുത്തതിന് ഇത്രയേറെ ഹാലിളക്കം എന്തിനെന്ന ചോദ്യത്തിന് CPM മറുപടി പറഞ്ഞേ പറ്റൂ.